CPMലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വ്യാപകമായിട്ട് BJPയിലേക്ക് വരികയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോകുന്നു, അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ പോകുന്നു. മുസ്ലിം ഔട്ട്റീച്ചിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയപ്പോൾ അത്ഭുതകരമായിട്ടുള്ള പ്രതികരണമാണ്. തുടക്കത്തിൽ BJP കരുതിയത് കോൺഗ്രസ് പതുക്കെ തകരും, ആ സ്പേസിലേക്ക് കയറാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോരാ, CPMന്റെ സ്പേസാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ BJPക്ക്. സ്വന്തം ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന പാർട്ടി BJP ആണ്. ഫയർ ബ്രാൻഡ് ആവുക എന്ന് പറഞ്ഞാൽ എടാന്ന് വിളിക്കുമ്പോൾ പോടാന്ന് പറയാം. മുസ്ലിം ലീഗിൻ്റെ സംഘടിതമായ ശക്തിയുള്ള സ്ഥലത്ത് ഞങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താനാണ് പരിശ്രമിച്ചത്. പക്ഷേ അവർക്ക് സ്വാഭാവികമായിട്ട് പ്രാദേശികമായ ബുദ്ധിമുട്ടുകളും ഭീഷണികളും ഉണ്ട്. ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിലില്ലല്ലോ, നായർ വോട്ട് ബാങ്കും ഈഴവ വോട്ട് ബാങ്കുകളുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ സാക്ഷര കേരളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടല്ലോ, അതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ കേരള കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ ഉന്നം വെക്കുന്നില്ല. ഞങ്ങൾ ഉന്നം വെക്കുന്നത് ആ സമൂഹത്തെയാണ്. ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂടി വികാരം ഞങ്ങൾ മാനിക്കുന്നുണ്ട് എന്ന മട്ടിൽ അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തി ഒരു ഭൂരിപക്ഷ സമുദായ കേന്ദ്രീകരണം നടത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഹിമാലയം മുതൽ ഹിന്ദു സരോവരം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഭാരതഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യാഖ്യാനം അനുസരിച്ച് കേരളത്തിൽ BJPക്കാരേക്കാൾ വലിയ ഹിന്ദുത്വം പറയുന്നവരാണ് CPM എന്നാണ് പറയുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ ആകെ ആത്മവിശ്വാസം KC വേണുഗോപാലും VD സതീശനും മാത്രമേ ഉള്ളൂ. അവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റ് മതസ്ഥരും ഒക്കെ രണ്ടാംകിട പൗരന്മാരായി മാറുന്നുണ്ട്. ലോക കേരള സഭയിലൂടെ കേരളത്തിന് എന്ത് വികസനമാണ് ഉണ്ടായത്? മുഖ്യമന്ത്രി പറയട്ടെ. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്രോ ലെഫ്റ്റാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് എനിക്കൊപ്പം. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി തന്നെ അദ്ദേഹം ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്നു. അതിന് ഒപ്പം അദ്ദേഹം ദീർഘകാലമായി കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. BJPയെ സംബന്ധിച്ച് BJPയുടെ വിവിധ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ശൈലി കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പറയാൻ വേണ്ടി എന്നുള്ളതായിരിക്കും. എനിക്ക് രാഷ്ട്രീയത്തിനപ്പുറത്ത് MT രമേശ് കേരള രാഷ്ട്രീയത്തിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കണമെന്നുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി കേരള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ BJP രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1993 92-93 കാലഘട്ടത്തിലാണ്. ABVPയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതിന് ശേഷം 93 ആദ്യത്തിൽ ആണ് യുവമോർച്ചയുടെ ചുമതലയിലേക്ക് വരുന്നത്. കോഴിക്കോട് ജില്ലയുടെ യുവമോർച്ച ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ആദ്യം വരുന്നത്. 93 മുതൽ ഈ 2024 വരെ BJP രാഷ്ട്രീയത്തിലുണ്ട്. ഈ BJP പ്രവർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തുടങ്ങുക ഒന്നുകിൽ RSSൻ്റെ ശാഖയിലൂടെ അല്ലെങ്കിൽ ABVPയിലൂടെ, അങ്ങനെയാണൊരു സാധാരണഗതി. അത് സംഘശാഖയിലൂടെ ആയിരുന്നു അല്ലെങ്കിൽ ABVPയിലൂടെ ആയിരുന്നു പ്രവേശനം? ഞാൻ സംഘശാഖയിലൂടെയാണ്. ഞാനൊരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത്, ചിലൊരു 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് RSSൻ്റെ ശാഖയിൽ പോയി തുടങ്ങിയതാണ്. അന്ന് പോയി തുടങ്ങിയത് സംഘ ആശയങ്ങളുമായിട്ടുള്ള ആഭിമുഖ്യം കൊണ്ടോ അത് മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. വീടിൻ്റെ അടുത്ത് ശാഖയുണ്ടായിരുന്നു. അപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ കളിക്കാൻ പോയി ആരംഭിച്ചതാണ്. 4ാം ക്ലാസ്സിൽ തുടങ്ങി ഒരു 7ാം ക്ലാസ്സിലൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് പ്രാദേശികമായി RSSൻ്റെ ബാലസ്വയംസേവകരെ സംഘടിപ്പിക്കുന്ന ചുമതല ലഭിച്ചു. സംഘത്തിൽ RSSൽ സായം ശാഖകൾ എന്ന് പറയും. ആ സായം ശാഖകളുടെ മുഖ്യ ശിക്ഷകനായി. പിന്നെ ഞാൻ ഒരു പ്രീ ഡിഗ്രി പഠനം ആരംഭിക്കുന്നവരെ RSSൻ്റെ ചുമതലയായിരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് സംഘ ചുമതലയിൽ നിന്ന് മാറി ABVPയുടെ ചുമതലയിലേക്ക് വരുന്നത്. പൊതുവെ കേരളത്തിൽ അക്കാലത്ത് സ്വീകരിക്കപ്പെടുന്ന അങ്ങനെ സർവ്വസ്വീകാര്യമായൊരു രാഷ്ട്രീയ നയവോ ആദർശമോ ഒന്നുമല്ല BJPയും RSSും ഒന്നും ഉൾക്കൊള്ളുന്നത്. പല വിമർശനങ്ങൾ കേരളത്തിൻ്റെ ഒരു ഇടത് സാംസ്കാരിക ധാരയിൽ, അതുപോലെ തന്നെ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അപ്പോൾ BJP തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തിരഞ്ഞെടുത്തത്? നമ്മളങ്ങനെ ബോധപൂർവ്വം തിരഞ്ഞെടുത്തില്ലല്ലോ, സ്വാഭാവികമായിട്ട് അതിലേക്ക് വരികയാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനൊരു കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അപ്പോൾ പൊതുവേ വീട്ടിൽ കോൺഗ്രസിനോടായിരുന്നു ആഭിമുഖ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ജനതാ പാർട്ടിയുടെ കാലഘട്ടത്തിൽ മൂത്ത ജ്യേഷ്ഠന്മാരൊക്കെ അന്ന് ജനതാ പാർട്ടി പ്രവർത്തകരായി. അപ്പോഴും അച്ഛൻ കോൺഗ്രസ് തന്നെയായിരുന്നു. ഞാൻ ഈ ശാഖയിൽ പോയി തുടങ്ങുന്ന സമയത്ത് ആദ്യം ചില എതിർപ്പുകളൊക്കെ വീട്ടിലുണ്ടായിരുന്നു, പ്രത്യേകിച്ചും അച്ഛൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ പ്രദേശത്തെ, ആ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ സംഘശാഖയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് പിന്നെ ആ എതിർപ്പ് മെല്ലെ മെല്ലെ ഇല്ലാതായി. പിന്നെ സംഘശാഖയിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു
അനുഭവം എന്ന് പറയുന്നത് അത് വീടുകളിലുള്ള ആൾക്കാർക്ക് ബോധ്യമാകും. അത് ബോധ്യമാകുന്ന സമയത്ത് അതിലേക്ക് വീണ്ടും അയക്കാനാണ് അവർ പ്രേരിപ്പിക്കപ്പെടുക. പക്ഷേ വടകരയാണല്ലോ ആയഞ്ചേരി. വടകര ഭാഗം എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള, രാഷ്ട്രീയമുള്ള, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ രക്തസാക്ഷികളുള്ള അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ CPM-ഉം സോഷ്യലിസ്റ്റ് പാർട്ടികളും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്കായിരുന്നല്ലോ പോകേണ്ടത്. അല്ല, ആയഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം ശരിക്കും സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമായിരുന്നില്ല, കോൺഗ്രസ് ആഭിമുഖ്യമായിരുന്നു. വടകര താലൂക്കിൽ ഏറാമല, ഒഞ്ചിയം, ചോറോട്, അഴിയൂർ ആ ഭാഗമൊക്കെയാണ് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് മേധാവിത്വമുള്ളത്. പക്ഷേ ആയഞ്ചേരിയൊക്കെ കോൺഗ്രസിൻ്റെ മേധാവിത്വമുള്ള സ്ഥലമായിരുന്നു. പക്ഷേ 68 മുതൽ ജനസംഘത്തിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് നടന്ന സമയത്ത് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. 70കൾക്ക് ശേഷം RSSൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന സമയത്ത് സംഘത്തിൻ്റെ പ്രവർത്തനം അവിടെയില്ല. ആയഞ്ചേരിയില്ലെങ്കിലും ആയഞ്ചേരിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ശാഖയുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തെ സമയത്താണ് ആയഞ്ചേരി ശാഖ തുടങ്ങിയത്. പക്ഷേ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ആ പ്രദേശത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു വലിയ എതിർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പൊതു സ്വീകാര്യത ആ കാലഘട്ടത്തിൽ ആയഞ്ചേരിയിൽ ആ സംഘത്തിനുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ പിന്നീട് വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിന് ഒട്ടും, ഇന്ത്യയിൽ തന്നെ BJP അധികാരത്തിൽ വരുന്നതൊക്കെ പിന്നീടാണല്ലോ. കേരളത്തിൽ തീർത്തും BJP ഏതെങ്കിലും കാലത്ത് അധികാരത്തിൽ വരുമെന്നോ, ഏതെങ്കിലും കാലത്ത് BJPക്ക് ഒരു ഇപ്പോഴും MLA ഇല്ല, MLA ഉണ്ടാവും, അധികാരത്തിൽ വരുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയും വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഇതല്ലായിരുന്നു ശരിക്കും കുറച്ചുകൂടി ജനസേവനത്തിനൊക്കെ നല്ലത് വേറൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു എന്ന് തോന്നി? ഒരിക്കലുമില്ല. നമ്മൾ RSSൻ്റെ ശാഖയിൽ പോകുന്നത് രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടല്ല. നമ്മുടെ ഒരു പൊതുജീവിതം, നമ്മുടെ വ്യക്തി ജീവിതം, അതൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ RSSൻ്റെ ശാഖകൾക്കുള്ള പ്രാധാന്യം വളരെ പ്രത്യേകതയാണ്. നമുക്കൊരു ജീവിതത്തിൽ ആത്മവിശ്വാസം കിട്ടാൻ, വെല്ലുവിളികൾ നേരിടാൻ, ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ, ഇതൊക്കെ സാധിക്കുന്നത് സംഘശാഖയിലൂടെയാണ്. അപ്പോൾ അത് നമ്മുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഘടകങ്ങളാണ്. പിന്നെ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് ABVPയിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥി പരിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അധികാര രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകരുത് എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലക്കാണ് ABVP പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് BJPയെക്കുറിച്ചോ രാഷ്ട്രീയ അധികാരങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മുടെ മനസ്സിലില്ല. നമ്മുടെ മനസ്സിൽ വിദ്യാർത്ഥികളുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഉപയുക്തമാക്കാൻ സാധിക്കുന്ന വഴികളെക്കുറിച്ചാണ് നാം ആലോചിക്കുന്നത്. ക്യാമ്പസിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ജയിക്കില്ല നമുക്കറിയാം. വളരെ വിരലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ മടപ്പള്ളി കോളേജിലാണ് പഠിച്ചത്. മടപ്പള്ളി കോളേജിൽ അന്ന് SFIയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു. ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 10-15 പേരാണ് ആകെ ABVPയിലുണ്ടായിരുന്നത്. പക്ഷേ ആ 15 പേർ എന്നുള്ളത് ഞങ്ങൾക്കൊരു ചെറിയ സംഖ്യയായിട്ട് ഒരിക്കലും തോന്നാറില്ല. ആ 15 പേർ എല്ലാ കാര്യത്തിലും ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അതൊരു പരസ്പര വിശ്വാസവും ഇടയെടുപ്പും സാഹോദര്യ ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് BJPയിലേക്ക് വരുന്നത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. 93 ഞാൻ യുവമോർച്ചയുടെ ചുമതലയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ BJP അങ്ങനെ കേരളത്തിൽ ഇത്രയും പ്രബലമായ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറുമെന്നുള്ള ചിന്തയൊന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നാളുകൾ രാഷ്ട്രീയത്തിൻ്റെ ഗതി എന്താകും എന്ന തിളക്കല്ലല്ലോ. നാം സ്വീകരിക്കുന്നൊരു പ്രത്യയശാസ്ത്രം, നമ്മുടെ രാഷ്ട്രീയ നിലപാട്, ബേസിക്കലായിട്ട് നമ്മുടെ മനസ്സിലുള്ള സംഘ ആദർശമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുക്കുമ്പോൾ BJP എന്നുള്ള നിലക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ ABVPക്കാർ മുഴുവൻ BJPയിലേക്ക് വരാറുമില്ല, ABVP പല വഴിക്ക് പോകാറാണ്. അതിൽ ABVPയിൽ നിന്ന് രാഷ്ട്രീയം ഒരു ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് മുഴുവൻ സവ്യ രാഷ്ട്രീയ പ്രവർത്തകനാവണം അങ്ങനെ തോന്നിയത് ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ, അല്ലെങ്കിൽ അതിനൊരു പ്രേരണ അത് തോന്നിയ നിമിഷം എന്തായിരുന്നു? അത് വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ABVPയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ജ്യേഷ്ഠൻ അന്ന് BJPയുടെ ആ നിയോജക മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറിയായിരുന്നു. അപ്പോൾ BJPയുടെ ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്, പരിചയമുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ BJPയുടെ ആളുകളെ വിളിച്ചു കൊണ്ടുപോകും പ്രസംഗിക്കാൻ. സത്യത്തിൽ ABVP പ്രവർത്തിക്കുന്ന സമയത്ത് BJP വേദിയിൽ പ്രസംഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കർക്കശമായിട്ടുള്ള നിബന്ധനയാണ്. പക്ഷേ എന്നാലും പ്രാദേശികമായിട്ടൊക്കെ ചില യോഗങ്ങളിലൊക്കെ പോകും. അതുകൊണ്ട് BJPയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സത്യത്തിൽ ഒരു സംഘപ്രചാരകനാകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. മാനസികമായി അതിന് തയ്യാറെടുപ്പ് നടത്തിയതാണ്. പക്ഷേ ആ സമയത്താണ് സംഘപ്രചാരകനാകുന്നതിന് പകരം വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഫുൾ ടൈമറായത്.
അന്ന് ABPയുടെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി മുരളിയേട്ടനാണ്, വി മുരളീധരൻ. അപ്പോൾ മുരളിയേട്ടനായിട്ടുള്ള ബന്ധു അടുപ്പമാണ് സംഘപ്രചാരകനാകുന്നതിന് പകരം വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഫുൾ ടൈം ആവുക എന്ന ലേക്കിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ജീവിതം മാറിയത് അങ്ങനെയാവാം. ഞാൻ 1 വർഷം കാസർഗോഡ് ഫുൾ ടൈമറായിരുന്നു. പിന്നെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു, അതിൻ്റെ കുറച്ച് സപ്ലിമെൻ്ററി ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നു, ആ പരീക്ഷ എഴുതി പാസ്സായി. അതിനുശേഷമാണ് യുവമോർച്ചയിലേക്ക് വരുന്നത്. യുവമോർച്ചയിലേക്ക് വരുന്ന സത്യത്തിൽ PK കൃഷ്ണദാസുമായിട്ടുള്ള ബന്ധമാണ്. കൃഷ്ണദാസേട്ടനുമായുള്ള നല്ല വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമാണ് യുവമോർച്ചയിലേക്ക് വരുന്നത്. പിന്നെ അതങ്ങ് തുടർന്നു. ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി ഒരു ജോലിയിൽ വേണം എന്നുള്ള നിലക്ക് ഒരു പാരൽ കോളേജ് അധ്യാപകനാകാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തി. ഞാൻ പേരാമ്പ്രയിലൊരു പാരൽ കോളേജിൽ അധ്യാപകനാകാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ പോയി ജോയിൻ ചെയ്യേണ്ട തലേ ദിവസമാണ് കൃഷ്ണദാസേട്ടൻ എന്നെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നോമിനേറ്റ് ചെയ്തു. ഫുൾ ടൈമറായി. പിന്നെ അതോടുകൂടി ഫുൾ ടൈമറായി. ഒരുപക്ഷെ അതൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എൻ്റെ ട്രാക്ക് മാറിപ്പോകുമായിരുന്നു. RSSൻ്റെ ഫുൾ ടൈമർ ആവുക അല്ലെങ്കിൽ RSSൻ്റെ പ്രചാരകമാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിസിബിലിറ്റി ഉണ്ടാവില്ല. അതൊരു പിന്നിൽ നിന്നുള്ള പ്രവർത്തനമാണ്. അതെ. പക്ഷേ നമ്മൾ കുട്ടിക്കാലം മുതലേ കാണുന്നത് സംഘപ്രചാരകന്മാരെയാണല്ലോ. വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്, നമ്മളെ കൊണ്ടു നടക്കുന്നവരാണ്, നമുക്ക് മോട്ടിവേഷൻ തരുന്നതാണ്. അപ്പോൾ പ്രചാരകന്മാരോട് നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത ആത്മബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതലേ നമ്മൾ ആഗ്രഹിക്കുന്ന അതുപോലെ ആവണം. ശാഖയിലേക്ക് വരുന്ന, വീടുകളിലേക്ക് വരുന്ന പ്രചാരകന്മാരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ ആദ്യം കരുതുക നമുക്കും അവരെ പോലെ ആവണമെന്നാണ്. അപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രചാരകനാകുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു കാഴ്ചപ്പാട്. പറഞ്ഞത് ശരിയാണ്, ഇന്നത്തെ വിസിബിലിറ്റി ഉണ്ടാവില്ല. പക്ഷേ അതായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഐഡിയൽ പേഴ്സൺ എന്ന് പറയുന്ന സംഘപ്രചാരകന്മാർ. നമ്മൾ P പരമേശ്വരനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിന് ഒരു മന്ത്രി പദവി ഓഫർ കിട്ടിയിട്ട് അദ്ദേഹം അത് നിഷേധിച്ചതിനെ കുറിച്ചൊക്കെ എപ്പോഴും അതൊരു പ്രചാരകഷിപ്പിൻ്റെ കുറിച്ച്. തീർച്ചയായിട്ടും അങ്ങനെ ഈ വേണ്ട എന്ന് തീരുമാനിക്കാൻ എളുപ്പമല്ല, വേണമെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. വേണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള മേധാശക്തി ഉണ്ടാവണം. അത് വളരെ അപൂർവ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആളായിരുന്നു പരമേശ്വർജിക്ക് അദ്ദേഹം വാജ്പേയി സർക്കാർ വന്ന സമയത്ത് ഏത് പദവി വേണമെങ്കിലും ലഭിക്കുമായിരുന്നു. പക്ഷെ വേണ്ട എന്ന് പറഞ്ഞത് അങ്ങനെ അപൂർവ ആളുകൾക്ക് സാധിക്കും. വേണ്ടാന്ന് പറയാൻ മാത്രമല്ല, കിട്ടാത്തതിലുള്ള പരിഭവം കൂടിയുണ്ട് രാഷ്ട്രീയക്കാർക്ക്. പിന്നെ കിട്ടിയത് വേണ്ടാന്ന് പറയാൻ വലിയ അസാമാന്യമായ പാഠവും വേണം. പക്ഷേ ചിലതൊക്കെ ആഗ്രഹിക്കുകയും അത് കിട്ടാതാവുകയും ചെയ്യുമ്പോഴുള്ള പരിഭവങ്ങളും പാർട്ടി മാറലുകളും ഒക്കെയാണ് ഇപ്പോഴത്തെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആഗ്രഹിക്കും, മനുഷ്യന് ആഗ്രഹങ്ങൾ വേണമല്ലോ. ഇപ്പോൾ അബ്ദുൽ കലാം പറയാറുണ്ടല്ലോ, ഡോക്ടർ അബ്ദുൽ കലാം, മനുഷ്യൻ സ്വപ്നം കാണണം. സ്വപ്നം കാണുന്ന മനുഷ്യർക്ക് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ സത്യത്തിൽ ആഗ്രഹം എന്ന് പറയുന്നൊരു സ്വപ്നമാണ്. ആഗ്രഹിക്കുന്ന കൊണ്ടും കുഴപ്പമില്ല, പക്ഷേ ആ ആഗ്രഹം ഒരു അഭിനിവേശമായിട്ട് മാറരുത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആഗ്രഹങ്ങൾ അഭിനിവേശമാവുകയും അത് പൂർത്തിയാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പരസ്യമായി പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാം. പാർട്ടി വേണമെങ്കിൽ പാർട്ടി മാറാം, ആളുകളെ കുതികാല് വെട്ടണമെങ്കിൽ കുതികാല് വെട്ടാം, സ്വന്തം കൂടപ്പുറപ്പിനെ വേണമെങ്കിൽ നമുക്ക് ദ്രോഹിക്കാം, ഇതൊക്കെ ചെയ്യാം. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുന്ന കാര്യമല്ല. ഈ പാർട്ടി പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വ്യക്തിത്വമാണല്ലോ. നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കൂടി ഭാഗമാണ്. MT രമേശ് പൊതുവെ കുറച്ച് സൗമ്യനാണ്. ഇപ്പോൾ ചാനൽ ചർച്ചയിൽ പോലും ഒരു അപരനെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന എതിരാളിയെ വലിയ തോതിൽ വിമർശിക്കുമ്പോൾ പോലും അതിലൊരു മാന്യമായ പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സർവ്വസ്വീകാര്യത വേണം എന്ന് തോന്നിയിട്ടില്ലേ? സ്വീകാര്യത വേണം. അത് ഓരോ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. മാരാർജി പറയാറുണ്ട്, രാഷ്ട്രീയത്തിൽ നമുക്ക് ശത്രുക്കളില്ല, എതിരാളികളേ ഉള്ളൂ. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ ശത്രുക്കളല്ല, അവർ നമ്മുടെ എതിരാളികളാണ്. എതിരാളികളെന്ന് പറഞ്ഞാൽ അവർ അവരുടെ വിശ്വാസവും അവരുടെ രാഷ്ട്രീയവുമാണ് പറയുന്നത്. അവർ വ്യക്തിപരമായ കാര്യങ്ങളല്ലല്ലോ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മളെന്തിനാണ് അവരെ ശത്രുക്കളായി കാണുന്നത്? അവർ എതിരാളികളാണ്. നമ്മൾ നമ്മുടെ ഭാഗം സമർത്ഥിക്കുക. അത് ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന മുമ്പിലിരിക്കുന്ന വ്യക്തിയോടല്ല, നമ്മൾ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളോടാണ്. അപ്പോൾ അവരിലേക്കാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ സമാധാനപരമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടുന്നതിൽ പറയാനാണ് ശ്രമിക്കേണ്ടത്.
അങ്ങനെ പറയാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. പക്ഷെ അതിൽ ചില ആൾക്കാർ ഫയർ ബ്രാൻഡ് ആവുക എന്ന് പറഞ്ഞാൽ എടാന്ന് വിളിക്കുമ്പോൾ പോടാന്ന് പറയുക, അങ്ങനെ ഉണ്ടല്ലോ. കുറിക്കുകൊള്ളുന്ന പറയുന്നതിന് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള മറുപടികളാണ് നല്ലത്. അപ്പോൾ ഒരു ഫയർ ബ്രാൻഡ് ഈ റീൽസിലൊക്കെ വരണമെങ്കിൽ അങ്ങനെ വേണമല്ലോ. ശരി, അതൊക്കെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അതിനെ പിന്തുണക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകാം. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകൾ അങ്ങനെയല്ല. മഹാഭൂരിപക്ഷം ആളുകൾ, ഇപ്പോൾ ഞാൻ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളൊരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ആ ആയിരക്കണക്കിന് ആളുണ്ടാകും സദസ്സിൽ. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ആ ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകും, വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നത്. ആ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുന്ന ഒരാളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് നല്ലത് അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. വൈകാരികമായി വിലയിരുത്തുന്നവരല്ല, വൈകാരികമായി വിലയിരുത്തുന്നില്ല, വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുന്നവർക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്. അപ്പം ഞാനെപ്പോഴും എൻ്റെ സംവാദങ്ങളിലും എൻ്റെ ചർച്ചകളിലും നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവരെ നമ്മുടെ എതിരാളികളാക്കാനല്ല, നാളെ നമ്മുടെ അനുകൂലികളാക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിക്കുന്ന ഒരു സമീപനം. ഈ വൈകാരികതകൾ ഒരു താൽക്കാലികമായി മാത്രം നിലനിൽക്കുന്നതാണെന്ന് തോന്നി. തീർച്ചയായിട്ടും വൈകാരികതകൾ താൽക്കാലികം മാത്രമാണ്. അത് ഈ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കയ്യടികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കയ്യടികൾ മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ കയ്യടിക്കുന്നവർ മാത്രമല്ല ജനം. ഒരു സദസ്സിൽ മുമ്പിലിരിക്കുന്നവരെ കയ്യടിക്കുന്നു, പക്ഷേ വിദൂരത്ത് മാറി നിൽക്കുന്ന നമ്മളെ കേൾക്കുന്ന ആൾക്കാരുണ്ട്. അവർ കയ്യടിക്കില്ല. ഒരുപക്ഷെ അവരുടെ മനസ്സിലായിരിക്കും നമ്മുടെ സ്ഥാനം ഉണ്ടാവുക. അവരിലൊരു മാറ്റം വരുത്താൻ പറ്റിയ അല്ലേ? അതെ, അതാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്ന ആശയങ്ങളോട് പ്രതിബദ്ധതയുണ്ടാകാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണല്ലോ ഈ പ്രസ്ഥാനം വളർന്നിട്ടുള്ളത്. ഇപ്പം ഇത്ര സൗമ്യമായി സംസാരിക്കാനും സൗമ്യമായി പെരുമാറാനൊക്കെ സാധിക്കുന്ന ഒരാൾക്ക് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു തീവ്രമായ ആശയം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഹിന്ദുത്വത്തെ ഫാസിസ്റ്റ് അല്ലെങ്കിൽ വർഗീയവാദം അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി മതേതരമായ, ഇപ്പോൾ കോൺഗ്രസ് പോലെ സ്പേസ് എല്ലാവർക്കും പ്രിയപ്പെട്ട അങ്ങനെ സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല? കുറച്ചുകൂടി സൗമ്യമായി നിൽക്കാൻ സാധിക്കുമായിരുന്നു. ഹിന്ദുത്വമാണ് ഏറ്റവും സൗമ്യമായിട്ടുള്ള ആശയം. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ചിന്താധാരയാണ്. അത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാലും സനാതനധർമ്മം എന്ന് പറഞ്ഞാലൊക്കെ നമ്മുടെ നാടിൻ്റെ പൈതൃകമാണ്. അത് ഏറ്റവും വിശാലമാണ്. ആ ഒരാളെയും നമ്മൾ ഒഴിവാക്കുന്നില്ലല്ലോ. എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു യഥാർത്ഥ ഹിന്ദുത്വ ആശയം സ്വീകരിക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും എതിർക്കാനോ വെറുക്കാനോ സാധിക്കില്ല. എല്ലാറ്റിനെയും കൂട്ടിപ്പിടിക്കുക എന്നാണ് ഹിന്ദുത്വം പഠിപ്പിച്ചത്. അതിനേക്കാൾ വിശാലമായിട്ടുള്ള എന്ത് ദർശനമാണ് ലോകത്തിലുള്ളത്? ഒരു ദർശനവുമില്ല. അപ്പോൾ ആ ദർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്, ആ ദർശനം നമ്മൾ ജനങ്ങളിലേക്ക് സംവദിപ്പിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും മനോഭാവത്തിനനുസരിച്ചാണ് അത് കൺവേ ചെയ്യുക. അപ്പോൾ യഥാർത്ഥ ഒരു സനാതനധർമ്മ വിശ്വാസി ഏറ്റവും സൗഹൃദത്തോടു കൂടി സമാധാനത്തോടു കൂടിയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു BJP-കാരെന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാം മതം അല്ലെങ്കിൽ ക്രിസ്തു മതം, ഇപ്പോൾ ക്രിസ്ത്യാനികളെയൊക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി സ്വാഭാവികമായിട്ടും RSSൻ്റെ ആശയം ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ മറ്റ് സെമിറ്റിക് മതങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, അവരെ പുറത്തു നിർത്തുന്ന, ഇപ്പോൾ ഈ പൗരത്വ നിയമത്തിൻ്റെ വിഷയമൊക്കെ വരുമ്പോഴേക്കും BJP സംശയത്തിൻ്റെ നിഴലിലാവുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ആശയധാരയാണോ? മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിം എന്തെങ്കിലും ഒരു ബോംബ് പൊട്ടുമ്പോഴേക്കും അതിന് മുഴുവൻ ഒരു ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ കളർ കൊടുക്കുന്ന ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു ആശയധാര, അതിനെയാണ് ഞാൻ പറഞ്ഞത് സർവ്വസ്വീകാര്യമല്ലല്ലോ ആ ആശയങ്ങൾ. അല്ല, അങ്ങനെയില്ല സത്യത്തിൽ. പക്ഷേ അത്തരം ചിന്താഗതികൾ വരുന്നതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഭാരതം നൂറുകണക്കിന് വർഷങ്ങളുടെ അധിനിവേശത്വത്തിൻ്റെ കീഴിൽ അമർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിക ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള നടപടികളുടെ ഒരു കറ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. അതിപ്പോഴും മനസ്സിലുള്ള ആളുകളുണ്ട്, ഒരു തലമുറയുണ്ട്. അപ്പോൾ ആ തലമുറയിൽ നിന്ന് അവിടെ ജീവിതാനുഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഒരു പക്ഷേ തീവ്ര നിലപാടുണ്ടായിരിക്കാം. BJP-യോ സംഘമോ ഒരിക്കലും ഹിന്ദുക്കളെ സംഘടിപ്പിക്കണമെന്ന് പറയുന്നത് മറ്റുള്ളവരെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ മുഷ്ടി ചുരുട്ടാറുണ്ട്. നമ്മുടെ കൈയിൻ്റെ മുഷ്ടി ചുരുട്ടും. കൈ മുഷ്ടി ചുരുട്ടുന്നത് ഇപ്പോൾ
വിശ്വേശ്വരതീർത്ഥ സ്വാമികൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണത്. മുഷ്ടി ചുരുട്ടുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കാനല്ല, നമ്മുടെ കയ്യിലുള്ളത് ചോർന്നു പോകാതിരിക്കാനാണ്. അപ്പോൾ ഹിന്ദു സംഘടിക്കണമെന്ന് RSS പറയുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് ഭൂരിപക്ഷ സമൂഹം സംഘടിതമായി നിന്നാൽ മാത്രമേ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ള ഡോക്ടർ ജിയുടെ ഒരു ആശയമാണ്. അതിൻ്റെ അർത്ഥം മറ്റാരെങ്കിലും എതിർക്കണമെന്നല്ല. പക്ഷേ കാലക്രമത്തിൽ ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കുന്നത് മറ്റുള്ളവർക്കെതിരാണ് എന്ന നിലപാടിലേക്ക് ഒരു വലിയ ആഖ്യാനം വന്നു. ആ ആഖ്യാനത്തിൻ്റെ പുറകെ കുറേ കാലഘട്ടം പോയി. പക്ഷേ ആ സമയത്തും ഒരിക്കലും ഒരു അപരമത വിദ്വേഷം സംഘത്തിൻ്റെ ശാഖയിലോ സംഘപ്രവർത്തനത്തിലോ ഒരു ഘട്ടത്തിലും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ജീവിക്കുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ്. അവിടെ RSSൻ്റെ ശാഖ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിലും മറ്റു മതവിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടും എൻ്റെ ജീവിതാനുഭവത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ എൻ്റെ സംഘടനാ ജീവിതത്തിലോ എൻ്റെ മുതിർന്ന ആളുകൾ പറയുകയോ എൻ്റെ സഹപ്രവർത്തകന്മാർ പറയുകയോ ഞാൻ കേട്ടിട്ടില്ല. ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കണം ഇത് പറയാറുണ്ട്. അപ്പോൾ ഹിന്ദു സമാജത്തിൻ്റെ സംഘടന എന്നുള്ളത് മറ്റു മതവിഭാഗത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ചില ആളുകളുടെ ആവശ്യമാണ്. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് തുടങ്ങി വെച്ചത്. കാരണം അത് ചരിത്രപരമായ കാരണം കോൺഗ്രസ്സിന് ബദൽ ഒരുപക്ഷെ രാഷ്ട്രീയ സ്വയംസേവക സംഘമോ ഭാരതീയ ജനസംഘമോ ഒക്കെ ആകാം. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യമൊന്നും ജവഹർലാൽ നെഹ്റുവിന് അറിയില്ലായിരുന്നു. പക്ഷേ 40കളുടെ ഒരു അവസാനമൊക്കെ ആകുമ്പോഴേക്ക് സംഘപ്രവർത്തനം രാജ്യവ്യാപകമായി തുടങ്ങുന്നു, ഹിന്ദു സംഘടനാ പ്രവർത്തനം നടക്കുന്നു. ഇതൊക്കെ വന്ന സമയത്ത് ഭാവിയിൽ തനിക്കൊരു വെല്ലുവിളിയാകുമോ എന്നുള്ള ധാരണയൊക്കെ വന്നപ്പോൾ വളരെ എളുപ്പത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുദ്ധിയിലുദിച്ചതാണ് RSS ഒരു ആൻറ്റി മുസ്ലിമാണെന്ന് പ്രചരിപ്പിക്കുക. അതിന് ആ കാലഘട്ടത്തിൽ നെഹ്റു പറയുന്നതായിരുന്നല്ലോ അവസാനത്തെ വാക്ക്. നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ബദലായിട്ടൊരു ആഖ്യാന ശൈലി ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ആ ആഖ്യാനത്തിന് പുറകെ കുറേ നാൾ പോയി. പക്ഷേ ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാണ്. ഹിന്ദുക്കളാണ് ഇവിടെ 80-85% ഹിന്ദു ഭൂരിപക്ഷമാണ്. ഇവിടെ ഹിന്ദുക്കൾ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ ഒന്നിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഒരു മറ്റ് വിഭാഗങ്ങൾ അപരന്മാരായി മാറുക എന്നുള്ളത്. ഞങ്ങളുടെ രാഷ്ട്രമാണെന്നും ഇത് ഹിന്ദുവിൻ്റെ ദേശീയതയുള്ള രാഷ്ട്രമാണെന്നും പറയുമ്പോൾ ഹിന്ദു അല്ലാത്ത ആളുകൾ അപരത്വത്തിലേക്ക് പോകുന്നുണ്ട് സ്വാഭാവികമായി. ഇതിൽ അപരമത വിദ്വേഷം ഇല്ല എന്ന് പറയുമ്പോഴും മുസ്ലിമിൻ്റെ സ്പേസ് എവിടെയാണ്, ക്രിസ്ത്യാനിയുടെ സ്പേസ് എവിടെയാണ്? ഇവിടെ അവർ ഒരു രണ്ടാം കിട പൗരന്മാരാവുകയാണ്. കാരണം ഹിന്ദു ദേശീയത എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രം. ആ അവിടെ ഒന്നാമത്തെ പൗരൻ ഹിന്ദുവാണ്. അവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റ് മതസ്ഥരുമൊക്കെ രണ്ടാം കിട പൗരന്മാരായി മാറുന്നുണ്ട്. ലോകചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ രണ്ടാം കിട പൗരന്മാരായി ഓടിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ കഥയുണ്ട്. അപ്പോൾ അവർ ഭയപ്പെടുന്നതിൽ ആശങ്കയില്ല. അത് നെഹ്റു മാത്രം ഉണ്ടാക്കിയല്ലോ, ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് ആ കാര്യത്തിൽ. അതിൽ ഹിന്ദു എന്നുള്ള പദം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ്. ഹിന്ദു എന്നുള്ള പദത്തിൻ്റെ അർത്ഥം മതപരമായി ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഏത് മതവിഭാഗമായാലും അവരെല്ലാം ഹിന്ദുസ്ഥാനത്തിൽ ഉൾപ്പെട്ടതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ, നമുക്ക് ഇന്ത്യ എന്നല്ല അവർ ഹിന്ദുസ്ഥാൻ എന്ന് പറയാം. ഹിന്ദുസ്ഥാനാണ് ഭാരതം. അതിനവർക്ക് ഒരു തടസ്സമില്ലത് പറയാം. അപ്പം ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര് അത് ഹിന്ദുക്കളുടെ മാത്രം സ്ഥാനം എന്നുള്ളതല്ല. അതായത് മതപരമായ അർത്ഥത്തിൽ ക്ഷേത്രാരാധനകൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇന്നിപ്പോൾ പറയുന്ന ഹിന്ദു സോക്കോൾഡ് ഹിന്ദു എന്ന പദത്തിൽ നാം വിളിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആരാധനാക്രമത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മാത്രം നാടാണ് ഭാരതം എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് വന്നത്. അങ്ങനെയല്ല. നമ്മുടെ ഭാരതീയ ദർശനമനുസരിച്ച് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ ഭാരത ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. ഹിമാലയം യാവത് ഹിന്ദു സരോവരം എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. അപ്പോൾ അതിൽ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതിഷ്ഠിക്കുന്നതാണ്. അപ്പോൾ ഹിമാലയം മുതൽ ഹിന്ദു സരോവരം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഭാരതഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. അതിൽ ആരാധന കൊണ്ട് മാറ്റമുള്ളവരുണ്ടാകാം. ഇപ്പോൾ പള്ളിയിൽ പോകുന്ന നിസ്കരിക്കുന്നവരുണ്ടാകാം, ചർച്ചിൽ പോയി കുമ്പസരിക്കുന്നവരുണ്ടാകാം. അത് ആരാധനാക്രമങ്ങളുടെ മാറ്റമാണ്. പാഴ്സികളുണ്ട്, ജൈനരുണ്ട്. അതുകൊണ്ട് അവരൊന്നും നമ്മുടെ ഭാരതീയ ദർശനത്തിന് വെളിയിലല്ല. അപ്പം അതുകൊണ്ട് ഹിന്ദു എന്ന അർത്ഥത്തെ വിശാലമായി കാണുന്നു. ഈ ഒരു വിശാല അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗത്തിലും ഈ ഒരു വിശാല കാഴ്ചപ്പാട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രാദേശിക തലത്തിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രായോഗിക തലത്തിലേക്കോ വരുമ്പോൾ
ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളെയാണ് RSS സംഘടിപ്പിക്കുന്നതും ആ ഒരു ആശയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP വോട്ട് പിടിക്കുന്നത്. അവിടെ ഇവിടെയും ഒരു മുസ്ലിമിനെ സംഘടിപ്പിക്കുന്ന RSSൻ്റെ ശാഖയിലേക്ക് മുസ്ലിമിനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നതായിട്ടോ ഒരു ക്രിസ്ത്യാനിയെ പോലും RSSൻ്റെ ശാഖയിൽ കൊണ്ടുപോയി ഈ പറയുന്ന ദേശീയ ഹിന്ദുവാക്കി മാറ്റാനൊന്നും ശ്രമമൊന്നും എവിടെയും നടന്നിട്ടില്ലല്ലോ. ഇല്ല, അതിൽ ഒരു പ്രശ്നമുള്ളത് നമ്മളിങ്ങനെ കാലം കടന്നു പോവുകയാണല്ലോ. അപ്പോൾ RSS എന്ന് പറയുന്ന ഒരു ആൻറ്റി മുസ്ലിം സംഘടനയാണ് എന്നുള്ള ഒരു ആഖ്യാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്യാനുള്ള പരിശ്രമമാണ് ആദ്യം. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ. നമ്മൾ സംഘപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ഒരു 50 വർഷം എന്ന് പറഞ്ഞാൽ ഹിന്ദു സമാജത്തെ സുസംഘടിതമാക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ആ സമാജത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടിട്ടുള്ള ജീവിതത്തിലേക്ക് കൈവഴികളായ ആ സമാജത്തിൻ്റെ പ്രവർത്തനം എത്തിക്കുക, സമാജത്തിൻ്റെ സംഘടിത ശക്തിയെ വ്യാപരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ 100 വർഷം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനിയുള്ള കാലഘട്ടം നമ്മുടെ നാട്ടിലെ എല്ലാ സമൂഹത്തെയും ചേർത്ത് നിർത്താൻ സംഘശാഖയിലേക്ക് ഹിന്ദു സമൂഹം പോവുകയും അതേസമയത്ത് സംഘശാഖയ്ക്ക് വെളിയിൽ സംഘത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അതിലെല്ലാം എല്ലാ മതവിഭാഗത്തെയും യോജിപ്പിക്കുന്നു. ഇപ്പോൾ ബി ജെ പിയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കുമുണ്ട്. BJPയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോയൊരു കാര്യം, ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുസ്ലിം ഔട്ട്റീച്ച് എന്നൊരു പ്രവർത്തനം, നിങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, മുസ്ലിം സമൂഹത്തെ ശ്രദ്ധിക്കുന്നില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചു മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് പോകണം. മുസ്ലിം ഔട്ട്റീച്ചിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയപ്പോൾ അത്ഭുതകരമായിട്ടുള്ള പ്രതികരണമാണ്. വ്യാപകമായിട്ട് മുസ്ലിം സമൂഹം BJPയിലേക്ക് ചേരാൻ തയ്യാറാകുന്നു. അവർക്ക് പ്രാദേശികമായിട്ടുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിൽ നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന വാർത്തകൾ മുസ്ലിം ലീഗിൻ്റെ ഭീഷണിയെ മറികടന്നുകൊണ്ട് ആളുകൾ ചേർന്നു. അപ്പോൾ ചെറിയൊരു ശ്രമം ഞങ്ങൾ നടത്തിയപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. പക്ഷേ ഇത്തവണയും BJPക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനാർത്ഥികളുള്ള ഒരു ജില്ല മലപ്പുറമാണ്, പിന്നെ കണ്ണൂരാണ്. അപ്പോൾ കേരളത്തിൽ BJPയെ നേരിടുന്നത് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗും CPM ആണെന്ന് തോന്നുന്നു. അല്ല, അതിൽ സ്വാഭാവികമാണല്ലോ. അപ്പം കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെക്കാൾ സ്വാധീനമുള്ള കോൺഗ്രസ്സിന് പോലും സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിക്കുന്നുള്ളൂ. എന്നിട്ടും ഇപ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ CPMൻ്റെ 100% പാർട്ടി ഗ്രാമങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഭീഷണിയൊക്കെ ഉണ്ട്. എന്നാലും മലപ്പുറം ജില്ലയിലും ഇതേപോലെ പ്രശ്നമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സംഘടിതമായ ശക്തിയുള്ള സ്ഥലത്ത് അവിടെ ഞങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താനാണ് പരിശ്രമിച്ചത്. പക്ഷേ അവർക്ക് സ്വാഭാവികമായിട്ട് പ്രാദേശികമായ ബുദ്ധിമുട്ടുകളും ഭീഷണികളുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ പ്രഷർ ചെലുത്തിയിട്ടില്ല. അവരുടെ കുടുംബജീവിതം, വ്യക്തിജീവിതം, സാമൂഹിക ജീവിതം അതൊക്കെ അപകടത്തിലാക്കി നിർബന്ധപൂർവ്വ സ്ഥാനാർത്ഥികളാക്കി നിർത്തി അവരെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ അത്തരം ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് മത്സരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് 100% മുസ്ലിം പോക്കറ്റിൽ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവിടെ മത്സരിക്കും. കഴിഞ്ഞ തവണ 2020 BJP ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ ഡിവിഷനുകളിൽ ഇത്തവണ മത്സരിക്കണം, മുഴുവൻ ഡിവിഷനിലും മത്സരിക്കണം എന്നൊക്കെയായിരുന്നു BJP പറഞ്ഞത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. 100% പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. 23,000 വാർഡുകളാണ് കേരളത്തിലുള്ളത്. ഞങ്ങൾ ഈ പ്രാവശ്യം 23,000 വാർഡുകളിലും മത്സരിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരു വലിയ അളവോളം വിജയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ സ്ക്രൂട്ടിനി കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ ഏതാണ്ട് 19,500 സ്ഥാനാർത്ഥികൾ കേരളത്തിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. സ്വതന്ത്രമൊന്നുമില്ല, വെറും താമര ചിഹ്നത്തിൽ മാത്രം 19,500 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഘടകകക്ഷികൾക്ക് കൊടുത്ത സീറ്റുകളും ഞങ്ങൾ പിന്തുണക്കുന്ന ചില സ്വതന്ത്രമടക്കം ഏതാണ്ട് അതൊരു 1,500 താഴെ വരും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 21,000 സീറ്റിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വളർച്ചയാണ്. കാരണം ഞങ്ങൾക്ക് നിർത്താമെന്നതിൻ്റെ ഏറ്റവും പരമാവധി അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന പാർട്ടി BJPയാണ്. കഴിഞ്ഞ തവണ 17,800 ആയിരുന്നു. അത് ഇത്തവണ കൂടി എന്നുള്ളതാണ് അവകാശവാദം. കൂടി, സ്വാഭാവികമായിട്ടും കൂടണമല്ലോ. കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം ഞങ്ങൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് പിന്തുണക്കാൻ ഒരാളെങ്കിലുമുള്ള എല്ലാ വാർഡിലും ഞങ്ങൾ 21,000 എന്നുള്ളതാണ് 21,000 ലേസ് കണക്ക്. ഇപ്പം സ്ഥാനാർത്ഥി ബാക്കിയുള്ള 2,000 സ്ഥലത്ത് നമുക്ക് വേണം നിർത്താം. പക്ഷേ അവിടെ പിന്തുണക്കാൻ ആൾ വേണമല്ലോ. അപ്പോൾ പിന്തുണക്കാൻ ധൈര്യപൂർവ്വം വന്ന്, കാരണം ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം പഞ്ചായത്തിലൊക്കെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ നിർത്താം, പിന്തുണക്കാനും ആളുണ്ട്. പക്ഷേ പിന്തുണച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം
ആവശ്യമില്ലാത്ത സംഘർഷത്തിലേക്ക് പോകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം തെരഞ്ഞെടുപ്പിൽ സംഘർഷം ഉണ്ടാകരുത്, സമാധാനപരമായിട്ട് തെരഞ്ഞെടുപ്പായിരിക്കണമെന്ന് ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുന്നൊരു പാർട്ടി BJP ആണ്. അതുകൊണ്ട് പരമാവധി അത്തരം സംഘർഷങ്ങളിലേക്കൊന്നും പോകാതെ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പരിശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടാമായിരുന്നു വേണമെങ്കിൽ. ഈ ഒരു മുന്നൊരുക്കം സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കമായിരിക്കുമല്ലോ. BJP അധികാരത്തിൽ വരും, 34 സീറ്റ് കൊണ്ട് അധികാരത്തിൽ വരും എന്നൊക്കെ നേരത്തെ അവകാശവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവകാശവാദത്തോടു കൂടിയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവാകും. കാരണം 2020 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കി. അപ്പോൾ അന്ന് പൊതുവെ BJPയുടെ എതിരാളികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് അതൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്, പ്രോ മോഡി വേവ് ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്. ഒരു പരിധിവരെ കുറേയൊക്കെ ശരിയുണ്ടത്. പക്ഷേ 2024 ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള രാഷ്ട്രീയ പിന്തുണ അത് BJPയുടെ സംഘടനാപരമായിട്ടുള്ള ശക്തിയിലേക്ക് അതിനെത്തിക്കാനും കേരളത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടെ അവരെ കൊണ്ടുവരാനും സാധിക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കണം. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഒരു 20% വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് കേരളത്തിൽ എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എത്താൻ സാധിച്ചാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രവചനാതീതമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കും. കാരണം നമ്മളൊരു മിനിമം ലോജിക്ക് നോക്കിയാൽ മതി. കേരളത്തിലെ 2 മുന്നണികൾ ഒരു 40% നിൽക്കുകയാണ്. അവർ കുറച്ച് ചിലപ്പോൾ LDFിന് കൂടും, ചിലപ്പോൾ UDFിന് കൂടും. അപ്പോൾ BJPക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന പരമാവധി ശതമാനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് 2016 14%. അപ്പോൾ അതൊരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു ഇപ്പോൾ 25 കിട്ടിയാൽ അതിൻ്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഈക്വൽ ട്രയാങ്കുലറായിട്ട് മാറും, കേരളം മുഴുവനും. ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല, മുഴുവൻ കേരളത്തിലും അങ്ങനെയാവും. അത്തരമൊരു സാഹചര്യത്തിൽ BJPയുടെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിക്കും. അതുകൊണ്ട് കേരളത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ BJPയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇവിടുത്തെ ഡെമോഗ്രഫിയൊക്കെ നോക്കിയാൽ ഇവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമാണ് തെക്കൻ കേരളത്തിൽ, മുസ്ലിം വോട്ടുകൾ മലബാറിൽ അതിനേക്കാൾ നിർണായകമാണ്. ഇതൊക്കെ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടികൾ, ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കുകളാണ്. ഇപ്പോൾ മലബാറിലാണെങ്കിൽ ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് മുസ്ലിം വോട്ടുകൾ. തെക്കൻ കേരളത്തിൽ വന്നാൽ കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ഏറിയ പങ്ക്. ഈ ഒരു മുന്നണി സംവിധാനത്തിനകത്ത് BJP ഒറ്റയ്ക്ക് നിന്ന് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നതിലൊരു യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രശ്നമില്ല. അല്ല, മുന്നണികൾ സ്വാഭാവികമായിട്ട് പൊളിയുമല്ലോ. മുന്നണികൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ഈ വോട്ട് ഞങ്ങളുടേതാണ്, അതിൻ്റെ എണ്ണം കാണിച്ച് വിലപേശുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് വിലപേശുന്നത് എങ്ങനെയാണ്? മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. കേരള കോൺഗ്രസ് വിലപേശുന്നത് മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടർമാരാണ്. ഞങ്ങൾ ആ പാർട്ടികളിലേക്കല്ല, ഞങ്ങൾ ആ സമൂഹത്തിലേക്കാണ് ഞങ്ങൾ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അത്രയും വേഗത്തിൽ സ്വാധീനം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ക്രിസ്ത്യൻ സമൂഹം ഇന്ന് വളരെ മാറിപ്പോയിരിക്കുന്നു. തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് ധാരാളം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ, ധാരാളം ക്രിസ്ത്യൻ ആളുകൾ ഞങ്ങളുടെ കൂടെ വരുന്നു. മറ്റു മുന്നണികളിൽ നിന്ന് ആളുകൾ രാജിവെച്ച് വരുന്ന സമയത്ത് അവരുടെ ആദ്യത്തെ ഓപ്ഷൻ BJP ആണ്, അതും ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ. സിറ്റിംഗ് കൗൺസിലർമാരൊക്കെ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകൾ രാജിവെച്ച് ഞങ്ങളുടെ കൂടെ ചേർന്നു. അപ്പോൾ ഈ ബൾക്ക് വോട്ട് വെച്ചുകൊണ്ടുള്ള വിലപേശുന്ന സാഹചര്യം മാറാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് മധ്യ കേരളത്തിൽ ആരുടെയും കുത്തകകൾ ഞങ്ങൾ ആ ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളെയല്ല ഞങ്ങൾ ഇല്ലാക്കാക്കിയിരിക്കുന്നത്. ഞങ്ങൾ കേരള കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ ഉന്നം വെക്കുന്നില്ല. ഞങ്ങൾ ഉന്നം വെക്കുന്നത് ആ സമൂഹത്തെയാണ്. ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹത്തിലേക്ക് BJP സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കുത്തക നഷ്ടപ്പെട്ടു. ശരി, ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും അതിനകത്ത് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി എടുത്താൽ, അതാണ് BJPയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയാണെന്ന് പറഞ്ഞാൽ, ഹിന്ദു കമ്മ്യൂണിറ്റി എടുത്താലും ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 സമുദായങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിലില്ലല്ലോ. നായർ വോട്ട് ബാങ്കും ഈഴവ വോട്ട് ബാങ്കുകളുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ സാക്ഷര കേരളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടല്ലോ, അതാണ് യാഥാർത്ഥ്യം. ഈ നായർ വോട്ടുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളാണ്. ഈഴവ വോട്ടുകൾ എന്ന് പറയുന്നത് CPMൻ്റെ വോട്ടുകളാണ്. അതിലൊരു ഹിന്ദു വോട്ട് ഉണ്ടാക്കിയെടുക്കാൻ, നായർ വോട്ടുണ്ട്, ഈഴവ വോട്ടുകളുണ്ട്,
SC കമ്മ്യൂണിറ്റിയിൽ അവരുടെ വോട്ടുകളുണ്ട്. ഈ വോട്ടിനെ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ആക്കി എടുക്കാൻ ഇതുവരെ BJP 100 വർഷം RSS ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ BJP ശ്രമിച്ചിട്ടും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ഹിന്ദു വോട്ട് ബാങ്ക് അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം എല്ലാ ജനവിഭാഗങ്ങളും BJPക്ക് വോട്ട് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഹിന്ദു സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങൾ ഞങ്ങളുടെ സ്വാധീന ശക്തി ഞങ്ങളെ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ നായർ സമൂഹത്തിൽപ്പെട്ട വലിയ ജനവിഭാഗങ്ങൾ BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നത്. ഈ ഒരു അപകടം ഇപ്പോൾ പറഞ്ഞ ഈ അപകടം എന്ന് പറയുന്നത് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് അവർക്ക് ഒരു അപകടമാണല്ലോ. ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും CPM ഇപ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂടി വികാരം ഞങ്ങൾ മാനിക്കുന്നുണ്ട് എന്ന മട്ടിൽ അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തി ഒരു ഭൂരിപക്ഷ സമുദായ കേന്ദ്രീകരണം നടത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് CPMനെ സംഘികൾ എന്ന് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യാഖ്യാനം അനുസരിച്ച് കേരളത്തിൽ BJPക്കാരേക്കാൾ വലിയ ഹിന്ദുത്വം പറയുന്നവരാണ് CPM എന്നാണ് പറയുന്നത്. അത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. CPM രഞ്ജിത്തിൻ്റെ ചോദ്യം ശരിയാണ്. CPM ശ്രമിച്ചത് ഹിന്ദു സമൂഹത്തിൻ്റെ കൂടെ ആളുകളാണ് ഞങ്ങൾ എന്ന് വരുത്തീർക്കാൻ ഒരു ശ്രമമാണ്. അതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. പക്ഷെ അത് പൊളിഞ്ഞുപോയി. കാരണം അയ്യപ്പ സംഗമത്തിൻ്റെ തൊട്ടു പുറകിൽ വരുന്ന വാർത്ത എന്താണ്? കേരളത്തിലെ ശബരിമല ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി CPM കൂട്ടുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ഒരു പ്രശ്നം കേരളത്തിലുണ്ട്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ CPMന് സ്ഥാനം എന്താണ്? CPMകാരായിട്ടുള്ള അയ്യപ്പ ഭക്തൻ്റെ മനസ്സിൽ CPMനെ കുറിച്ചുള്ള സ്ഥാനം എന്താണ്? ഇപ്പം ശബരിമല അയ്യപ്പന് ശക്തിയുണ്ട് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നതെല്ലാം. 2018-19 കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2018 ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങൾക്കും, അതായത് ശബരിമലയെ യുദ്ധക്കളമാക്കി മാറ്റി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്ത് ശബരിമലയിൽ വാടകക്കെടുത്ത കുറച്ച് യുവതികളെ കൊണ്ടുവന്ന് ഇതാ എല്ലാം തകർന്നു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളെല്ലാവരും ഇന്ന് കൽത്തുറങ്കിലാണ്. കുറച്ചാളുകൾ കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഈ ഒരു ഇപ്പോൾ ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനമൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുവിനെ അല്ല അത് ടച്ച് ചെയ്യുന്നു. ഒരു സാംസ്കാരികമായി അമ്പലത്തിലൊക്കെ പോകുന്ന വിശ്വാസികളായ സാധാരണ ഹിന്ദുക്കളെ അത് ടച്ച് ചെയ്യുന്നു. BJP ഈ സ്വർണ്ണക്കൊള്ളയും സ്ത്രീ പ്രവേശനവും ഒക്കെ പറഞ്ഞ് CPMന് എതിരെ പറയുമ്പോൾ ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി ഒരുപക്ഷെ അവെയർ ആവുന്നുണ്ടായിരിക്കും. പക്ഷേ ആ വോട്ടുകൾ കോൺഗ്രസ്സിലേക്കാണ് പോകുന്നത്. കാരണം BJP പറയുന്നൊരു ഹിന്ദുത്വം ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ ഭൂരിപക്ഷവും തയ്യാറായിട്ടില്ല. അപ്പോഴും ഒരു ഹിന്ദു വിശ്വാസ സമൂഹം എപ്പോഴും അവിടെ ഉണർന്നിരിക്കുന്നുണ്ട്. അവരുടെ വോട്ട് പോകുന്നത് നമുക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. അത് മുഴുവൻ കോൺഗ്രസ്സാണ് കൊണ്ടുപോയത്. അല്ല, അതിൽ BJPക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിന് കിട്ടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. മുഴുവൻ കോൺഗ്രസ് കൊണ്ടുപോകുന്നു എന്നർത്ഥമൊന്നുമില്ല. കോൺഗ്രസ് ഒക്കെ എല്ലാ കാലം ചെയ്യുന്നത് ഇങ്ങനെ കാഴ്ചക്കാരായി നിൽക്കും. കാഴ്ചക്കാരായി നിന്നിട്ട് ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ മനസ്സിലെ ഒരു സോഫ്റ്റ് കോർണർ ഉപയോഗിച്ചുകൊണ്ട് CPMനെ തോൽപ്പിക്കുക ഞങ്ങളാണ് എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കി ആ വോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് അത്ര എളുപ്പത്തിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വോട്ട്. അപ്പം ഞങ്ങൾ ശ്രമിക്കുന്നത് BJPക്ക് വിന്നബിലിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ നിങ്ങൾ പറഞ്ഞ രണ്ട് വോട്ടും, പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റെ വോട്ടും റിലീജിയസ് ഹിന്ദുവിൻ്റെ വോട്ടും, ഈ രണ്ട് വോട്ടും BJPക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കേരളത്തിലെ ഹിന്ദുക്കൾ പൂർണ്ണമായിട്ടും അങ്ങനെ എന്താ പറയുക ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഒരുപക്ഷെ പറയുന്ന കേരളത്തിൻ്റെ മതേതര വിശ്വാസം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മതേതര പശ്ചാത്തലമൊക്കെ ആയിരിക്കാം. അല്ല, അങ്ങനെയല്ല. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുമാണ്. കറക്റ്റാണ്, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. ആ CPMൻ്റെ കേഡർമാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ CPMനോട് ഗുഡ് ബൈ പറയുക എളുപ്പമല്ല. അത് അവർ വളർന്നു വരുന്ന രീതി അങ്ങനെയാണ്. പക്ഷെ അതിനാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. ഇപ്പോൾ BJPയിലേക്ക് വരുന്ന ആളുകളെല്ലാവരും CPMകാരായിട്ടുള്ള ആളുകളാണ്. CPMലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വ്യാപകമായിട്ട് BJPയിലേക്ക് വരികയാണ്. അതിൻ്റെ അസ്വസ്ഥതയാണ് CPMനുള്ളത്. അതവർക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് BJPയിലേക്ക് വരുന്നവരാരാണ്? അറിയപ്പെടുന്ന CPMകാർ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 100 കണക്കിന് ആളുകൾ രാജിവെച്ച് BJP ചെന്നു. എല്ലാവരും ഈ ഒരു കൺഫ്യൂഷൻ BJPക്കുണ്ടോ? അതായത് BJPക്ക് വളരണമെങ്കിൽ കേരളത്തിലെ ഈ മുന്നണി സംവിധാനത്തിൽ ഒന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നൊരു സ്പേസിലേക്ക് വളരണം, അല്ലെങ്കിൽ CPMൻ്റെ സ്പേസിലേക്ക് വളരണം. ഞാൻ പറഞ്ഞാൽ ഒരു നായർ ഈഴവ ആ സ്പേസ് ഉണ്ടല്ലോ. ഇതിൽ തുടക്കത്തിൽ BJP കരുതിയത് കോൺഗ്രസ് പതുക്കെ തകരും, ആ സ്പേസിലേക്ക് കയറാം.
പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് പോരാ, CPM-ൻ്റെ സ്പേസാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ BJPക്ക് ഉണ്ട്. ഞങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ല. കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും ഒരേ സമീപനം സ്വീകരിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു മുന്നണി ഒന്നാമത്തെ ശത്രു അല്ലെങ്കിൽ രണ്ടാമത്തെ ശത്രു അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. എളുപ്പത്തിൽ കടന്നു കയറാൻ രണ്ട് മുന്നണികൾ. ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ 3-ലാണ്, 3-ന് 2-ലേക്ക് വരണം. അപ്പോൾ 2-ൽ മൂന്നാമത് പോകുന്ന അത് അവരുടെ ഓപ്ഷനാണ്, ഞങ്ങളുടെ ഓപ്ഷൻ അല്ല. അത് നമുക്കൊരു പൊളിറ്റിക്കൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ ആര് എന്നുള്ളതല്ല. ഞങ്ങൾക്ക് 2-ൽ നിന്നും 1-ൽ നിന്നും 2-ൽ നിന്ന് 3-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 1-ലേക്കും. അതിനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ഇപ്പോൾ ദീർഘകാലമായി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. BJPക്ക് ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. ഇതിലിപ്പോൾ കോൺഗ്രസ് തകർന്നാൽ, അപ്പോൾ ഒരു പൊതുവെ പറയപ്പെടുന്നത് കോൺഗ്രസ് അടുത്ത തവണ കൂടി അധികാരത്തിൽ വന്നില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു ബഹുജന പാർട്ടി, പ്രത്യേകിച്ചൊരു അങ്ങനെ ആദർശത്തിൻ്റെ പേരിലൊന്നുമല്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തകരുകയും ആ ലീഗ് മുന്നണി വിടുകയും ചെയ്യുമ്പോൾ ആ സ്പേസിലേക്ക് BJPക്ക് വരാം. അപ്പോൾ ഒന്നുകൂടി ഒരു തുടർ ഭരണം CPM-ന് നമുക്കറിയാലോ എളുപ്പത്തിൽ എന്ത് സംഭവിക്കുന്നതാണ് കാര്യം. അത് അവരുടെ കാര്യമാണ്. അവർ ആരാണ് തകരുന്നത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ സന്ദർഭത്തിൽ കോൺഗ്രസിനെയും CPM-നെയും നേരിടുകയാണ് ഞങ്ങൾ ഒരേപോലെ. കാരണം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ദുർബലമാവുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ ദുർബലമാവുന്ന കോൺഗ്രസിന് ആകെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളി കേരളമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ ആകെ ആത്മവിശ്വാസം KC വേണുഗോപാലും VD സതീശനും മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു നേതാക്കന്മാരും ഒരു ആത്മവിശ്വാസവും ഇവിടെയും പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ കേരളത്തിലൊരു പൊളിറ്റിക്കൽ നയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ CPM-ൻ്റെയും BJPയുടെയും ഒരേ നയമാണ്. ഒരു ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും വോട്ടുകൾ സമാഹരിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിയെ അങ്ങനെ ഒരു വോട്ട് ബാങ്കായി CPM കണക്കാക്കുന്നില്ല. അതേ സെയിം ഒരു നയമാണ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ നയമാണ് BJPയും സ്വീകരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. CPM മുസ്ലിം സമൂഹത്തെ പ്ലേസ് ചെയ്യിക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മുസ്ലിം സമൂഹത്തെ പ്ലേസ് ചെയ്യിക്കാനല്ലേ സുപ്രധാനമായ തീരുമാനം ഇവർ പുറകോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. PM ശ്രീ പദ്ധതി എല്ലാവർക്കും അറിയാം. ആ പദ്ധതി ഏറ്റവും നല്ല പ്രയോജനകരമായ ഗുണപരമായൊരു പദ്ധതിയാണ്. അതിലൊരു അജണ്ടയുമില്ല. ആ പദ്ധതിയിൽ ഒപ്പിടാൻ ഇവർ തീരുമാനിച്ചു. ഇവർ പുറകോട്ട് പോയി. ആരെ പേടിച്ചിട്ടാണ്? CPIയെ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുന്നു CPIയെ ഭയപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തീരുമാനം മാറ്റുക എന്നുള്ളത്? അപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തീരുമാനം മാറ്റാനുള്ള കാരണം സമസ്തയെയും ജമാഅത്തെ ഇസ്ലാമിയും ഭയപ്പെട്ടുകൊണ്ടാണ്. സമസ്ത കാരണം സമസ്തയിലേക്ക് ഒന്ന് പടർന്നു കയറാൻ ഇടക്കാലത്ത് CPI ഒരു ശ്രമം നടത്തിയതാണ്. പിന്നെ അതിന് തൽക്കാലത്തേക്ക് മുസ്ലിം ലീഗ് തടയിട്ടു. പക്ഷേ സമസ്തയെ എങ്ങനെ പ്ലേസ് ചെയ്ത് നിർത്തുക എന്നുള്ളത്, കാരണം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ആധ്യാത്മിക സംഘടനയാണ് സമസ്ത. അതുകൊണ്ട് അവരെ പ്ലേസ് ചെയ്ത് നിർത്തണം. അതിനുവേണ്ടി CPI ശ്രമിക്കുകയാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ കൂടെയാണെങ്കിലും ദീർഘകാലം LDF-ൻ്റെ കൂടെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്രോ ലെഫ്റ്റാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു ലെഫ്റ്റിനെയാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനത്തിനും ഒരു പ്രോയുണ്ട്. എന്താണ് വിമർശനം? ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ CPM വരുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിമർശനം. അല്ലാണ്ട് CPM-ൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ല വിമർശിക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും സമസ്തയെയും പ്ലീസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് PM ശ്രീ പദ്ധതി പുറകോട്ട് പോയത്. അപ്പോൾ കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം CPM ഈ പ്രീണന രാഷ്ട്രീയം കേരളത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ചയിൽ നമ്മുടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നമ്മുടെ സമയക്രമം സ്കൂൾ സമയത്തിൻ്റെ കാര്യത്തിൽ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവർ സ്വമേധയെടുത്തൊരു തീരുമാനമാണ് ഈ സമയത്തിൻ്റെ കൃത്യത ഒരു മാറ്റം ഉണ്ടാക്കിയത്. അതിൽ ഉറച്ചു നോക്കും ആദ്യം പറഞ്ഞു, പുറകോട്ട് പോയല്ലോ. അപ്പോൾ സമയവുമായി ബന്ധപ്പെട്ട് അത് പുറകോട്ട് പോകാൻ കാരണം ആരെങ്കിലും അവരോട് സമയം മാറ്റാൻ പറഞ്ഞു. അവർ തിടുക്കുന്ന തീരുമാനം അവസാനം മുസ്ലിം സംഘങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ആ എതിർപ്പുകൾ മുട്ടുമടക്കുന്നു, പുറകോട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. BJP ഒരിക്കലും ഒരു സമൂഹത്തിൻ്റെയും വോട്ടുകൾക്ക് വേണ്ടി ഒരാളെയും പ്രീണിപ്പിക്കുന്ന സമീപനം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ ഹിന്ദു സമൂഹമായാലും ശരി, ക്രിസ്ത്യൻ സമൂഹമായാലും മുസ്ലിം സമൂഹമായാലും ശരിയാണ്. BJPക്ക് ഇപ്പോൾ കേരളത്തിലുള്ളത്, ദേശീയ തലത്തിലും കേരളത്തിലുമുള്ളത് ഹിന്ദു സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക്. പക്ഷേ പ്രീണിപ്പിക്കില്ല എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ കേരള രാഷ്ട്രീയം നോക്കുമ്പോൾ ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സമയത്തും അവിടെ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോകുന്നു, അനൂപ് ആൻ്റണി ഛത്തീസ്ഗഡിൽ പോകുന്നു, ഞങ്ങളാണ്
ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ, ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ ഞങ്ങളാണ് ഇവരെ റിലീസ് ചെയ്തത് എന്ന് കാണിക്കാനുള്ള നേതാക്കന്മാരുടെ ഒരു വ്യഗ്രത, അത് ആ കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്യാൻ തന്നെയായിരുന്നു. സ്വാഭാവികമായി ഞാൻ ചോദിക്കട്ടെ, ആ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ കുടുംബവും അവരുടെ സഭയും BJP സമീപിച്ചു. അവർ കോൺഗ്രസിനെയല്ല സമീപിച്ചത്, അവർ CPM-നെയല്ല സമീപിച്ചത്, അവർ ഞങ്ങളെ സമീപിച്ചു. BJP ഇതിൽ ഇടപെട്ടു. BJP-യുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവിടെ വേഗതയുണ്ടായത്. അവർ പുറത്തിറങ്ങിയത് നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെയാണ്. ആ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾക്ക് വേഗതയുണ്ടായത് BJP-യുടെ ഇടപെടൽ കൊണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ എല്ലാ സമയത്തും ചെയ്യുന്ന പോലെ ആ പർട്ടിക്കുലർ കൃത്യസമയം വരുമ്പോൾ കോൺഗ്രസും CPM അവകാശവാദം ഉന്നയിച്ച് വരുമ്പോൾ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ, അപ്പോൾ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും കപടമുഖം ജനങ്ങളെ അറിയിക്കേണ്ട ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. പക്ഷെ അതിൽ സ്വാഭാവികമായിട്ടും BJP ഇടപെട്ടു. ഇപ്പോൾ ഒരു ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഔട്ട്റീച്ചൊക്കെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഇടപെട്ടു എന്നുള്ളതാണ്. BJP-യുടെ പ്രഖ്യാപിത നയപ്രകാരം മതപരിവർത്തനത്തിന് BJP എതിരാണ്. ആ മതപരിവർത്തനത്തിന് വേണ്ടി മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് കന്യാസ്ത്രീകൾ. അപ്പോൾ BJP പ്രഖ്യാപിത നിലപാടൊക്കെ മാറി ആണല്ലോ, മനുഷ്യക്കടത്തും ഒക്കെ ആരോപിച്ചാണല്ലോ. ഒന്ന് BJP മതപരിവർത്തനത്തിനെതിരല്ല, BJP നിർബന്ധിത മതപരിവർത്തനത്തിനാണ്. ആരെങ്കിലും സ്വമേധയാ മതപരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാൾ മറ്റൊരു മതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെയൊന്നും തടയാൻ BJP ഇല്ല. പക്ഷേ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തുകയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തുന്നതിന് BJP എതിരാണ്. അതുകൊണ്ടാണ് നിർബന്ധിത മതപരിവർത്തനം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ നിയമപരമായി നിരോധിച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിലുണ്ടായ വിഷയത്തിൽ അവിടെ നിയമപരമായിട്ടുള്ളതെങ്കിലും പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി നീങ്ങണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. പക്ഷേ ആ കന്യാസ്ത്രീകളുടെ ഭാഗം കേൾക്കാനും അവർക്ക് ഈ കാര്യത്തിലുള്ള അവരുടെ നിലപാടും അവരുടെ സമീപനവും നിയമത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ അവർക്ക് അവസരമുണ്ടാവണം. ആ അവസരത്തിന് വേണ്ടി കുടുംബം സമീപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവർ മതപരിവർത്തനം നടത്തിയവരാണ് എന്ന് പറയാൻ നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ല. അത് ഉണ്ടെങ്കിൽ കോടതിയിൽ ആ സർക്കാരും ഗവൺമെൻറ്റാണ് പറയുന്നത്. ഞങ്ങൾ ഇടപെട്ടിട്ടുള്ളത് മലയാളികളായ 2 പേരാണ്. അവർ കേസിൽ കുടുങ്ങി. അവരുടെ കുടുംബവും അവരുടെ സഭയും പറയുന്നത് കള്ളക്കേസാണ്. കള്ളക്കേസാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ കോടതിക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് എത്തണം. കോടതിക്ക് മുമ്പേ എത്രയും പെട്ടെന്ന് എത്താൻ നിയമപരമായ നടപടിക്രമങ്ങൾ എത്രയും പൂർത്തിയാക്കി അവർക്ക് നീതി ലഭ്യമാക്കാൻ ആവശ്യമായ സഹായമാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. അത് BJP-യുടെ പ്രഖ്യാപന നയത്തിൽ നിന്നൊരു വ്യത്യാസം അക്കാര്യത്തിലില്ല. പക്ഷേ പ്രവർത്തനത്തിലൊക്കെ ഒരു വലിയ മാറ്റം കാണുന്നുണ്ട്. കാരണം BJP ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇടപെടാൻ വേണ്ടി വികസനം അല്ലേ, മാറാത്തത് മാറും എന്നുള്ളതാണ് BJP-യുടെ മുദ്രാവാക്യം. വികസിത കേരളം എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ കേരളത്തിൽ ഇത്രയും കാലത്തെ നേട്ടങ്ങൾ പരിശോധിച്ചാൽ സാക്ഷര കേരളം എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നു. നമ്മുടെ പരമായിട്ടുള്ള നമ്മുടെ ഓരോ ഇൻഡെക്സ് പരിശോധിച്ചാലും, ശിശു മരണനിരക്കാണെങ്കിലും ജനനനിരക്കും മരണനിരക്കും ഒക്കെ പരിശോധിച്ചാൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഉയർച്ച, സ്കൂളുകളുടെ ഇപ്പോഴത്തെ നിലവാരം, ഇതൊക്കെ പരിശോധിച്ചാൽ ഇതിലൊന്നും BJPക്ക് പ്രത്യേകിച്ചൊരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ഇങ്ങനെ വികസിച്ച മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ വികസനമുള്ളൊരു സംസ്ഥാനത്ത് നിന്നിട്ട് BJP പറയാണ് ഞങ്ങളിതൊക്കെ മാറ്റാൻ പോവുകയാണ്, ഞങ്ങളൊരു വികസനം കൊണ്ടുവരാൻ പോവുകയാണ്. എന്താണ് BJPയുടെ ഒരു വികസന നയം എന്ന് പറയുന്നത്? സത്യം ഒന്ന്, കേരളത്തിന് എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ അതിനെയൊന്നും കുറച്ച് കാണിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. നമ്മളെല്ലാവരും മലയാളികളാണ്. നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടായാലും ആ കുറവുകൾക്കിടയിൽ ഉള്ള നേട്ടങ്ങളാണെന്ന് പറയുന്നതിൽ ഒരു മടിയും ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മേനി പറഞ്ഞ് നടക്കുക എന്നുള്ളതൊരു പൊതു സ്വഭാവമാണ്. നമുക്കില്ലാത്ത നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ആരോഗ്യരംഗം നമുക്ക് കൊടുക്കാം. ആരോഗ്യരംഗത്ത് മലയാളികൾക്ക് ആരോഗ്യബോധമുണ്ട്. ഞാനെപ്പോഴും ആ വാദമാണ്. ഒരു ആരോഗ്യ സാക്ഷരത മലയാളികൾക്ക് കൂടുതലാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ ഇടപെടലുകൾ, പിന്നെ ദീർഘകാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് നവോത്ഥാന പ്രക്രിയകൾ, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ശ്രമം, ഇതെല്ലാം കൊണ്ട് ആരോഗ്യബോധമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ, ചികിത്സിക്കാൻ ഇതിനൊക്കെ മലയാളികൾക്ക് സാധിക്കും. നമ്മൾ 2 നേരം കുളിക്കുന്ന ആളുകളാണ്. ഒരു വ്യക്തി ശുചിത്വം കൂടുതലാണ്. പൊതുശുചിത്വം മലയാളികൾക്കില്ല, പക്ഷേ വ്യക്തി ശുചിത്വം കൂടുതലാണ്. അതൊക്കെയുണ്ട്. പക്ഷേ അതിനനുസരിച്ച് കേരളത്തിലെ ആരോഗ്യരംഗത്ത് എന്ത് കുതിച്ചുചാട്ടമാണുള്ളത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി നാം താരതമ്യം ചെയ്യേണ്ടത് ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളുടെയും കാര്യത്തിലാണ്. അത് കേരളം തുലവും പുറകിലാണ്. ഇപ്പോൾ NRHMൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം പണം കൊടുത്തിട്ടും കേരളത്തിലെ ആരോഗ്യരംഗത്ത് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ ഇപ്പോൾ നിയമിക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിലെ കൂണുകൾ പോലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് കുതിച്ചു. ആയിരക്കണക്കിന് ഡോക്ടർമാർ ഓരോ ദിവസം കണ്ട് പുറത്തിറങ്ങുകയാണ്.
പക്ഷേ ഇപ്പോഴും കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്, ആ ആരോഗ്യ മന്ദിർ മുതൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെയുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ 100 കണക്കിന് ഡോക്ടർമാർ ഒഴിവാണ്. ബാക്കിയുള്ള സ്റ്റാഫ് ഒഴിയുകയാണ്. ശസ്ത്രക്രിയ നടക്കുന്നില്ല, കെട്ടിടങ്ങളില്ല, മരുന്നില്ല. ഇതൊക്കെ കേരളത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ താരതമ്യപ്പെടുത്തുമ്പോഴേ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി ഇപ്പോൾ BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ശിശുമരണ നിരക്കിൻ്റെ കണക്കാണെങ്കിലും ജനനനിരക്കും മരണനിരക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള പകർച്ചവ്യാധികൾ ഇപ്പം നിപ്പയൊക്കെ പിടിപെട്ട സമയത്ത് കേരളം അത് വളരെ എന്താ പറയുക ആരോഗ്യകരമായി അതിനെ പ്രതിരോധിച്ചൊരു സംസ്ഥാനമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ വളരെ മെച്ചപ്പെട്ട സംവിധാനമല്ലേ ഉള്ളത്. ഈ നിപ്പ കണ്ടുപിടിക്കാൻ ഒരു ലബോറട്ടറി കേരളത്തിൽ ഇപ്പോഴുണ്ടോ? നമ്മൾ പ്രതിരോധിച്ചു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ നമുക്കൊരു വൈറോളജി നമ്മുടെ തോന്നക്കലൊന്നുണ്ടല്ലോ, എന്താ പ്രവർത്തനം ആരംഭിക്കാത്തത് തിരുവനന്തപുരത്ത്? അപ്പോൾ നമ്മൾ പറയുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ആരോഗ്യബോധമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആരോഗ്യരംഗത്തെ നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? കേരളത്തിൽ എത്രയോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം മറ്റുള്ളവരെല്ലാ സംസ്ഥാനത്തെല്ലാം ഓക്കെയാണെന്നല്ല പറഞ്ഞതിനർത്ഥം. അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാം ഓക്കെയാണ്, കേരളത്തിൽ അങ്ങനെയല്ല. കേരളം നമ്പർ 1 ആണ് എന്ന് പറയുമ്പോൾ അതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഈ കേരളം നമ്പർ 1 ആണ് എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുമ്പോൾ കേരളം നമ്പർ 1 അല്ല എന്ന് BJP പറയുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് BJP കേരളത്തിൻ്റെ ഒരു ശത്രുക്കളായിട്ടാണ്. കേരളത്തിന് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാനില്ല, എന്തെങ്കിലും പദ്ധതികൾ വരുമ്പോൾ തടയുന്നൊരു പാർട്ടിയായിട്ടാണ് പൊതുവേ BJP അവതരിപ്പിക്കാറുള്ളത്. അങ്ങനെയല്ലല്ലോ സത്യത്തിൽ. കേരളത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റില്ലേ? ഇവിടെ എന്താ നടക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് എന്ത് പ്രൊജക്റ്റാണ് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ളത് അവർ പറയട്ടെ. ഇപ്പോൾ ഇവിടെ ലോക കേരള സഭ നടന്നു. ലോക കേരള സഭയിലൂടെ കേരളത്തിന് എന്ത് വികസനമാണ് ഉണ്ടായത്? മുഖ്യമന്ത്രി പറയട്ടെ. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു കേരളത്തിൽ. അതിലൂടെ എന്ത് പുതിയ പ്രൊജക്റ്റാണ് കേരളത്തിന് വന്നിട്ടുള്ളത്? അപ്പോൾ കഴിഞ്ഞൊരു 9.5 വർഷക്കാലം നമ്മൾ പിണറായി വിജയൻ 9.5 വർഷക്കാലം കൊണ്ട് ഞങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പദ്ധതിയും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇവരാകെ പറയുന്നത് കിഫ്ബിയിൽ നിന്ന് പണം കാണാൻ വേണ്ടി കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആ കിഫ്ബിയിൽ നിന്ന് പണം മേടിക്കുന്നത് മുഴുവൻ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ തകർക്കുകയാണെന്നാണ് എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നത്. അതിന് വരാനിരിക്കുന്ന ആളുകൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമാണ്. അതല്ലാതെ ഞങ്ങളുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റും കേരളത്തിൽ ഇവർക്കില്ല. കേന്ദ്ര ഗവൺമെൻറ്, ഞാനൊരു കാര്യം പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് സഹായമില്ലാതിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? കേന്ദ്ര സഹായം എന്ന് പറയുന്നത് ഓരോ പദ്ധതിയിലൂടെയും കേരളത്തിന് കൊടുക്കുന്ന പണമാണ്. ഇവർ ലാപ്സായി പോയിട്ടും നമ്മൾ ആ പദ്ധതി കേന്ദ്രം പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരുകൾ ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഒരു വിഹിതമാണ്. അത് സ്വാഭാവികമായും കിട്ടേണ്ട, കേരളത്തിന് അർഹതപ്പെട്ട അവകാശപ്പെട്ടതാണ്. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളം പറയുന്നത്. അവകാശപ്പെട്ട അത്രയും കിട്ടുന്നില്ല, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ്. കേരളത്തിന് അവകാശപ്പെട്ടത് മുഴുവൻ കൊടുക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നല്ലോ. അത് വെറും രാഷ്ട്രീയ പ്രചരണം മാത്രമാണ്. ഞാൻ പദ്ധതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പറഞ്ഞത്. വിവിധ പദ്ധതികൾ, ആ പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേരളത്തിന് കിട്ടുന്ന പണമല്ലാതെ വേറെ എന്താണ് കേരളത്തിൽ പുതുതായിട്ടുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താ ഇപ്പോൾ ആരോഗ്യമേഖല ഇത്രയെങ്കിലും കിട്ടുന്നത് നമ്മുടെ ഈ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായി കിട്ടുന്ന പണം കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവരെങ്ങോട്ട് പോകുമായിരുന്നു? എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുന്ന പണം കൊണ്ടാണ്. വിദ്യാഭ്യാസ രംഗത്ത് ആരാ പണം കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വിഹിതത്തിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ കേന്ദ്രത്തിന് കേരളത്തോട് എന്തെങ്കിലും വിവേചനമുണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ ചില പദ്ധതികൾ കേരളത്തെ അങ്ങ് ഒഴിവാക്കിയ പോലെ. ഞങ്ങൾ കേരളത്തെ ഒഴിവാക്കിയല്ല, കേരളം നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോ പദ്ധതിയിലും ഒപ്പിടണം. വികസിത കേരളം എന്നൊരു മുദ്രാവാക്യമായി BJP സ്വീകരിക്കുമ്പോഴും BJPക്ക് മുമ്പിൽ കേരളത്തെ വികസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന, കേരളത്തെ ഈ രീതിയിലാണ് ഞങ്ങൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു മെമ്മോറാണ്ടം BJPക്ക് മുമ്പിൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഓരോ നഗരസ്ഥത്തിലും ഓരോ പഞ്ചായത്തിലും BJPക്ക് അവസരം കിട്ടിയാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട 6 കോർപ്പറേഷനുകളിൽ എന്താണ് BJP ആഗ്രഹിക്കുന്ന നഗരവികസനം ഞങ്ങൾ തയ്യാറാക്കി അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു ഡോക്യുമെൻ്റായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവുകയാണ്.
അത് സാധാരണ പറയും പോലെ പ്രകടന പത്രികയല്ല, വിഷ്വൽ ഇമ്പാക്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. BJP AI സഹായത്തോടു കൂടി വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്താണ് ഈ നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും BJPക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങളെന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വികസിത കേരളം എന്നുള്ളത് വിശാലമായ കാഴ്ചപ്പാടാണ്. വികസിത കേരളം ഉണ്ടാവണമെങ്കിൽ വികസിത പഞ്ചായത്തുകളും വികസിത മുനിസിപ്പാലിറ്റികളും ഒക്കെ ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ആ വികസിത പഞ്ചായത്തുകൾ, വികസിത മുനിസിപ്പാലിറ്റികൾ, വികസിത കോർപ്പറേഷനുകൾ, ഇതിലൂടെ എന്താണ് BJP അർത്ഥമാക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ബ്ലൂ പ്രിൻ്റ് ഞങ്ങൾ അവതരിപ്പിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള വികസനത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാടെന്താണ്, എങ്ങനെയാണ് കേരളം വികസിക്കേണ്ടത്, ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളും അവതരിപ്പിക്കും. ഇപ്പോൾ ഞാൻ പറയും, കേരളത്തിന് അനന്തമായ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വർഷം ഒരു സീസണിൽ ശബരിമലയിൽ വരുന്നത് 6 കോടി തീർത്ഥാടകന്മാരാണെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്ക്. 6 കോടി ആളുകൾ ഒരു പെർട്ടിക്കുലർ സീസണിൽ കേരളത്തിൽ വരുമ്പോൾ അത് കേരളത്തിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായ എന്തെങ്കിലും പദ്ധതി സംസ്ഥാന സർക്കാരിനുണ്ട്. ശരിക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതല്ലേ? ഇപ്പോൾ ഉത്തർപ്രദേശിൽ കുംഭമേള നടന്നു. ഉത്തർപ്രദേശിൽ കുംഭമേള നടന്നപ്പോൾ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ബിൽ അതുണ്ടാക്കിയിട്ടുള്ള വർധനവ് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു സർക്കാർ അതെങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? ഇവർക്ക് ഓരോ വർഷവും ശബരിമലയെ ഇവർ അവിടുത്തെ സ്വർണ്ണപ്പാളയെ കൊള്ളയടിക്കാനാണ് ഇവരുടെ ശ്രമം. ശബരിമലയിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് തീർത്ഥാടകന്മാർ, ആ തീർത്ഥാടകന്മാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഐഡിയ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു ഉദാഹരണം, ഇങ്ങനെ തീർത്ഥാടനത്തിന് വേണ്ടി മാത്രം കേരളത്തിലേക്ക് ആൾ വരുന്നു. ഓരോ ദിവസം ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ശ്രീനാരായണീയർ ഭക്തരാണ് വരുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്ത് വരുന്നു. അപ്പോൾ ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളും ചെന്ന് ഇങ്ങനെ ആളുകൾ വരുമ്പോൾ അവർ അതിലൂടെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം സാധ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഞങ്ങൾക്കതിനെക്കുറിച്ച് കോൺക്രീറ്റ് ഐഡിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്ലാനുണ്ട്. കേരളത്തിലെ ടൂറിസത്തെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, ആധ്യാത്മിക ടൂറിസത്തെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, കേരളത്തിലെ പ്രകൃതി വിഭവങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, BJPക്ക് കൃത്യമായ പ്ലാനുണ്ട്. ഞങ്ങളത് പ്രാദേശിക തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിഷൻ ഡോക്യുമെൻ്ററിയായി വികസന കേരളം എന്നുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഇപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം എന്നുള്ള ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട്. ആ വിഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പാകെ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സ്വാഭാവികമായിട്ടും 2031 അധികാരത്തിലെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അല്ല, 2026 അധികാരത്തിലെത്താനുള്ള പ്ലാനാണ്. 2031 കുറിച്ചല്ല, 2026 തന്നെ അധികാരത്തിലെത്തുക. കാരണം അതൊരു അത്ര വലിയ അസംഭാവ്യമൊന്നും ഇപ്പം ചിന്തിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശിക തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൻ്റെ ചിത്രം വ്യക്തമാകും. കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പ്രാദേശിക തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യക്തമാകും. കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ 25% വോട്ട് പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചാൽ 2026 BJPയുടെ വർഷമായിരിക്കും. ഈ പുതിയ പ്രസിഡന്റ്, താങ്കൾ പ്രസിഡന്റ് ആവുമെന്ന് കരുതിയ സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. നേരത്തെയും സമാനമായി സംഭവിച്ചിട്ടുണ്ട്. പുതിയ പ്രസിഡന്റിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും അദ്ദേഹം മലയാളി ആണെങ്കിൽ കൂടിയും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം അറിയുന്ന ഒരാളല്ല. നല്ല ടീം ലീഡറാണ് രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കോർത്തിണക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ലീഡർഷിപ്പിന് സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഒരു പാർട്ടി ലീഡർഷിപ്പ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പാർട്ടിക്കകത്തുള്ള ഓരോരുത്തർക്കും അവരാഗ്രഹിക്കുകയും അവരർഹിക്കുകയും ചെയ്ത് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം എന്നിലേക്ക് വന്നു ചേരണമെന്ന് ഒരിക്കലും രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ കഴിഞ്ഞ ഒരു 6 മാസത്തെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. എല്ലാവർക്കും അദ്ദേഹം വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വർക്ക് ഡിവിഷനുണ്ട്, എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അദ്ദേഹം സജീവമായിട്ട് ഇടപെടുന്നു. മോണിറ്ററിംഗ് ഉണ്ടെന്ന്, നല്ല മോണിറ്റർ, നല്ല പ്രൊഫഷണലിസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ശൈലിയല്ല. പുതിയ തലമുറയിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്. അപ്പോൾ പുതിയ തലമുറയിലേക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ അതിന് നല്ല പ്രൊഫഷണലിസം ആവശ്യമാണ്. ആ പ്രൊഫഷണലിസം ഏറ്റവും നന്നായിട്ട് അദ്ദേഹം കേരളത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടത് നല്ല ഒരു, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 മാസമായിട്ട് കേരളത്തിലെ BJP സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന്. ഈ മുന്നധ്യക്ഷന്മാരെയൊക്കെ കൂട്ടിപ്പിടിക്കുന്ന രീതി ഉണ്ടോ? മുന്നധ്യക്ഷന്മാരിൽ ചിലരെയൊക്കെ ഒരു പുറത്തു നിർത്തി ഞാൻ പറയുന്ന രീതിയിൽ അങ്ങനെയാണോ? അങ്ങനെ നമുക്ക് പ്രത്യക്ഷമായി തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ എൻ്റെ തീരുമാനം എന്നൊരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു ടീമിൻ്റെ തീരുമാനമായിട്ടേ പറയാറുള്ളൂ. അപ്പോൾ മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കാരണം അവരെല്ലാവരും ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ അനുഭവമുള്ള ആൾക്കാരാണ്. അത് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാൾ അദ്ദേഹം തന്നെയാണ്.
മുൻ പ്രസിഡന്റുമാർക്ക് ദീർഘകാലമായിട്ട് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അവരുടെ അനുഭവം ഉണ്ട് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ആളും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ നിർദ്ദേശം തേടുകയും അവരെ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇപ്പം സമൂഹത്തോട് പുറത്തോട് പറയാൻ തന്നെ അവരെയൊക്കെ ചുമതലപ്പെടുത്തുന്നത് കുറച്ചുകൂടി അവർക്കതിനെക്കുറിച്ചുള്ള ജീവിതാനുഭവവും രാഷ്ട്രീയാനുഭവവും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ലാതെ ഒരു ടീം ലീഡർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സാധാരണ ടീം ലീഡറുടെ ഏറ്റവും പ്രത്യേകത എല്ലാവർക്കും പന്ത് കൊടുക്കുമ്പോഴാണ്. അത് ഫുട്ബോളായാലും ക്രിക്കറ്റായാലും എല്ലാവർക്കും പന്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ പന്തെറിയുക എന്നുള്ളതല്ല ടീം ലീഡർ ചെയ്യേണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും പന്ത് കൊടുക്കുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പറയാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും.